ഹലോ. പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്ന ചാപ്റ്ററിലെ ചെറിയൊരു പോർഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. ആക്റ്റീവ് ആൻഡ് പാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് ആണ് പറയാൻ പോകുന്നത്. Active and passive investment strategies. A well-planned investment strategy is essential before making any investment decisions. Investment strategy is defined as a set of rules, a definite behavior or procedure guiding an investor to choose his investment portfolio. പ്ലാൻഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എസെൻഷ്യലാണ്. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കുന്നതിന് മുൻപ് നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എന്തായാലും നമുക്ക് ഉണ്ടാവണം. അത് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി വേണം എന്നാണ് പറയുന്നത്. എസെൻഷ്യലാണ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതിന് മുൻപ് എസെൻഷ്യലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എടുക്കണം എന്നാണ് പറയുന്നത്. Investment strategy is defined as a set of rules, a definite behavior or procedure guiding an investor to choose its ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ. ഒരു ഇൻവെസ്റ്റർക്ക് അയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെഫിനിറ്റ് ബിഹേവിയർ അല്ലെങ്കിൽ പ്രൊസീജിയർ ഗൈഡിങ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് റൂൾസ് ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് ആണ്. മെയിൻലി 2 ടൈപ്സ് ആണ്: പാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ആൻഡ് ആക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി. ഫസ്റ്റ് വൺ, പാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി. പാസീവ് ഇൻവെസ്റ്റിംഗ് മേക്സ് ദ അസംഷൻ ദാറ്റ് ദ മാർക്കറ്റ് ഈസ് എഫിഷ്യൻറ്റ് ആൻഡ് സെക്യൂരിറ്റീസ് ആർ ആൾവേസ് ഫെയർലി പ്രൈസ്ഡ്. Passive investors could be called the fatalists of the financial markets. They buy and hold a broad portfolio of stocks or bonds and they keep it whether the market goes up or down. അതായത് പാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി നമ്മൾ മേക്ക് ചെയ്യുന്നത് ആ ഒരു അസംഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതുപോലെ തന്നെ മാർക്കറ്റ് ഈസ് എഫിഷ്യൻറ്റ് ആൻഡ് സെക്യൂരിറ്റീസ് ആർ ആൾവേസ് ഫെയർലി പ്രൈസ്ഡ് എന്ന് പറയുന്നുണ്ട്. മാർക്കറ്റ് എപ്പോഴും എന്തായിരിക്കും, എഫിഷ്യൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് എപ്പോഴും ഫെയർലി പ്രൈസ്ഡ് ആയിരിക്കും. ഫെയർ ആയിട്ടുള്ള പ്രൈസ് ആയിരിക്കും സെക്യൂരിറ്റീസിന് ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ പാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിന് വേറൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്, ഫാറ്റലിസ്റ്റിസ്റ്റ് ഓഫ് ദി ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എന്ന് കൂടെ അറിയപ്പെടുന്നുണ്ട്. ഇവിടുത്തെ മെയിൻ പോയിൻ്റാണ് ലാസ്റ്റ് ലൈനിൽ പറയുന്നത്. ദേ ബൈ ആൻഡ് ഹോൾഡ് എ ബ്രോഡ് പോർട്ട്ഫോളിയോ ഓഫ് സ്റ്റോക്സ് ഓർ ബോൺസ് ആൻഡ് ദേ കീപ്പ് ഇറ്റ് വെദർ ദ മാർക്കറ്റ് ഗോസ് അപ്പ് ഓർ ഡൗൺ. ഇവിടെ മാർക്കറ്റ് ഗോസ് അപ്പ് ഓർ ഡൗൺ എന്ന് പറയുന്നത് മാർക്കറ്റ് കണ്ടീഷനാണ് ഉദ്ദേശിക്കുന്നത്. അവർ സ്റ്റോക്സ് പർച്ചേസ് ചെയ്തിട്ട് സ്റ്റോക്സ് അല്ലെങ്കിൽ ബോൺസൊക്കെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അവർക്ക് അനുയോജ്യമായൊരു സാഹചര്യത്തിൽ മാത്രമാണ് അവരത് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും അവർ സ്റ്റോക്കുകൾ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതാണ് പാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെയിൻലി ദർ ആർ 2 ടൈപ്സ് ഓഫ് പാസീവ് സ്ട്രാറ്റജീസ് ആണ്. ഫസ്റ്റ് വൺ, ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മൾ സ്റ്റോക്സ് അല്ലെങ്കിൽ ബോൺസും കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്ത് വയ്ക്കുക. ഇവിടെ നോക്കാം, ഇറ്റ് ഈസ് എ ടൈപ്പ് of passive investment strategy. This strategy simply involves buying a security and holding it until maturity. ഇതൊരു പാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീൻ്റെ ടൈപ്പാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദിസ് സ്ട്രാറ്റജി സിംപ്ലി ഇൻവോൾവ്സ് ബൈയിങ് എ സെക്യൂരിറ്റി ആൻഡ് ഹോൾഡിങ് ഇറ്റ് അണ്ടിൽ മെച്യൂരിറ്റി. ഇവിടെ മെച്യൂരിറ്റി ടൈം ആവുന്നത് വരേക്കും ഈ സ്റ്റോക്ക് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കും. അതിനിടയിലൊന്നും മാർക്കറ്റിൽ എൻ്റർ ചെയ്യണില്ല. അവർ മെച്യൂരിറ്റി ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനിടയിലൊന്നും മാർക്കറ്റിൻ്റെ കണ്ടീഷൻസിനെ കുറിച്ചോ മാർക്കറ്റിനെ കുറിച്ചോ ഒന്നും അറിയാനായിട്ട് അവർ ശ്രമിക്കില്ല. മെച്യൂരിറ്റി ആവുന്നത് വരെ അതവർ ഹോൾഡ് ചെയ്ത് വെക്കും. അവർ കൺസിഡർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മെച്യൂരിറ്റി എപ്പോഴാണ് ആവുന്നത്, ആ മെച്യൂരിറ്റി വരെ അത് ഹോൾഡ് ചെയ്യും എന്നാണ് പറയുന്നത്. അതാണ് ബൈ ആൻഡ് ഹോൾഡ് സ്ട്രാറ്റജി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Second one ആണ് indexing strategy. An indexing strategy is the more commonly followed passive strategy. With this strategy, the manager doesn't attempt to identify undervalued or overvalued stock issues based on fundamental security analysis. Indexing involves attempting to build a portfolio that will match the performance of a selected bond portfolio index. അതായത് ഇൻഡെക്സിങ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ കോമൺലി ഫോളോഡ് പാസീവ് സ്ട്രാറ്റജിയാണ്. കോമൺ ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു പാസീവ് സ്ട്രാറ്റജിയാണ്.
അതുപോലെ തന്നെ ഇവിടെ മാനേജേഴ്സ് എന്ത് ചെയ്യണില്ല, അറ്റംപ്റ്റ് ചെയ്യണില്ല. അതായത് സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ് ആണോ അല്ലെങ്കിൽ ഓവർ വാല്യൂഡ് ആണോ എന്നുള്ളതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അറ്റംപ്റ്റ് ചെയ്യണില്ല. ഈ മാനേജേഴ്സിന് വേണമെങ്കിൽ ഫണ്ടമെൻ്റൽ സെക്യൂരിറ്റി അനാലിസിസ് വെച്ചിട്ട് അണ്ടർ വാല്യൂഡ് ആണോ ഓവർ വാല്യൂഡ് ആണോ എന്നുള്ളത് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ അവരെന്ത് ചെയ്യണില്ല, അതൊന്നും അറ്റംപ്റ്റ് ചെയ്യണില്ല. അവർ സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ആണോ അണ്ടർ വാല്യൂഡ് ആണോ എന്നുള്ളതിനെ കുറിച്ചൊന്നും തിരിച്ചറിയാനായിട്ട് അവരെന്ത് ചെയ്യുന്നത്, ശ്രമിക്കുന്നില്ല. അതുപോലെ ഇവിടെ ലാസ്റ്റ് ലൈനിൽ പറയുന്നുണ്ട്, ഇൻഡെക്സിങ് ഇൻവോൾവ് അറ്റംപ്റ്റിംഗ് ടു ബിൽഡ് എ പോർട്ട്ഫോളിയോ ദാറ്റ് വിൽ മാച്ച് ദ പെർഫോമൻസ് ഓഫ് സെലക്റ്റഡ് ബോണ്ട് പോർട്ട്ഫോളിയോ ഇൻഡെക്സ്. അതായത് സെലക്റ്റഡ് ആയിട്ടുള്ള ബോണ്ട് പോർട്ട്ഫോളിയോ ഇൻഡെക്സിന് മാച്ച് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനായിട്ട് ഈ ഇൻഡെക്സിങ് സ്ട്രാറ്റജി അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നും കൂടെ അവിടെ പറയുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് പാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയാണ്. ഫസ്റ്റ് വൺ ഗ്രേറ്റ് എക്സ്പോഷർ, സെക്കൻഡ് വൺ ഗുഡ് ട്രാൻസ്പെറൻസി, തേർഡ് വൺ ലോ ഫീസ് എന്നാണ് ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, സോറി. ലാസ്റ്റ് വൺ ടാക്സ് എഫിഷ്യൻസി. ഗ്രേറ്റ് എക്സ്പോഷർ എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ സ്പെസിഫിക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈൽസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഇൻഡെക്സിങ് സ്ട്രാറ്റജി എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ ഗുഡ് ട്രാൻസ്പെറൻസി, നമ്മുടെ ബോണ്ട്സ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസൊക്കെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. തേർഡ് വൺ ലോ ഫീസ് എന്നാണ്, സോറി ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ലോ ഫീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ആക്റ്റീവ് മാനേജേഴ്സിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞു, ഇവിടെ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ബോണ്ട്സും കാര്യങ്ങളൊന്നും ആക്റ്റീവായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മാർക്കറ്റിൽ ഇറക്കുന്നില്ല. മെച്യൂരിറ്റി ടൈം ആകുമ്പോഴേ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആക്റ്റീവ് മാനേജേഴ്സിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കൊടുക്കേണ്ട ഫീസും കാര്യങ്ങളൊന്നും നമ്മൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ലോ ഫീസ് എന്നുള്ളത് കൊണ്ട് പറയുന്നത്. ഫോർത്ത് വൺ ടാക്സ് എഫിഷ്യൻസി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മാർക്കറ്റിൽ അധികം നമ്മുടെ സ്റ്റോക്സും ബോണ്ടും ഒന്നും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, അവിടെ ഒരു ആനുവൽ ക്യാപിറ്റൽ ഗെയിൻസ് ഒന്നും അവിടെ ഉണ്ടാവണില്ല. അപ്പോൾ അതിൻ്റെ ടാക്സും കാര്യങ്ങളൊക്കെ അവിടെ കുറവായിരിക്കും. അതാണ് ടാക്സ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്ട്രാറ്റജിയാണ് ആക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി. ആക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് ആർ ബേസ്ഡ് ഓൺ ദ അസംഷൻ ദാറ്റ് ദ സെക്യൂരിറ്റി മാർക്കറ്റ് ഈസ് നോട്ട് എഫിഷ്യൻറ്റ് ആൻഡ് ഹെൻസ് ദ എക്സസ് റിട്ടേൺ ക്യാൻ ബി അച്ചീവ്ഡ് ബൈ ഫോർകാസ്റ്റിംഗ് ഫ്യൂച്ചർ പ്രൈസ് ആൻഡ് ഐഡൻറ്റിഫൈയിങ് ഓവർ പ്രൈസ്ഡ് ഓർ അണ്ടർ പ്രൈസ്ഡ് സെക്യൂരിറ്റീസ്. An active investment strategy is used to maximize returns based on buying and selling securities at proper market timing. This usually means buying in the lows and selling in the highs. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയിൽ, അതായത് ആക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒരു അസംഷനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ സ്ട്രാറ്റജി മേക്ക് ചെയ്യുന്നത്. അത് നമ്മളെ പാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു അസംഷൻ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ സ്ട്രാറ്റജി ഉണ്ടാക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു അവിടെ ഫെയർ പ്രൈസ്ഡ് ആയിരിക്കും സെക്യൂരിറ്റീസിന്, അതേമാതിരി മാർക്കറ്റ് എഫിഷ്യൻ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഇവിടെ നേരെ തിരിച്ച് മാർക്കറ്റ് എഫിഷ്യൻ്റ് ആയിരിക്കില്ല, അതേമാതിരി ഫെയർ പ്രൈസ് ആവില്ല. അതുപോലെ തന്നെ വേറൊരു പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫോർകാസ്റ്റിംഗ് ടൂൾസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഫ്യൂച്ചർ പ്രൈസിൻ്റെ വേരിയേഷൻസ്, അതായത് ഫ്യൂച്ചർ പ്രൈസിൻ്റെ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഒക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്നാണ് ഈ ആക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയിൽ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ആക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയാണ്. ഫസ്റ്റ് വൺ ഫ്ലെക്സിബിലിറ്റി, സെക്കൻഡ് വൺ ഹെഡ്ജിങ്, തേർഡ് വൺ റിസ്ക് മാനേജ്മെൻറ്റ്, ഫോർത്ത് വൺ ടാക്സ് മാനേജ്മെൻറ്റ്, ലാസ്റ്റ് വൺ ഹൈ റിട്ടേൺ. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാം സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ബോണ്ട്സ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഹോൾഡ് ചെയ്ത് വെക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്ട്രാറ്റജി ഫ്ലെക്സിബിൾ ആണെന്ന് പറയാം. സെക്കൻഡ് വൺ ഹെഡ്ജിങ് ആണ്. ഹെഡ്ജിങ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെൻഷൻ ചെയ്യുന്നത് എന്താണ്, ഷോർട്ട് സെയിൽസിനെയാണ്. അതുപോലെ തന്നെ നമ്മൾ ലോസസ് ഒക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നതാണ് റിസ്ക് മാനേജ്മെൻറ്റ്. റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ തോതിലുള്ള റിസ്കുകളായിരിക്കും ഇവിടെ ഉണ്ടാവുക. അത് നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ.
കാരണം ഹൈ റിസ്ക് ഉണ്ടാവില്ല എന്ന് പറയാൻ കാരണം ഇവിടെ നമ്മൾ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ബോണ്ടുകളൊന്നും ഹോൾഡ് ചെയ്ത് വെക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ആ റിസ്ക് ഒന്നും നമുക്ക് ഉണ്ടാവുന്നില്ല. ഫോർത്ത് വണ്ണാണ് ടാക്സ് മാനേജ്മെൻറ്റ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് അവർക്ക് അനുയോജ്യമായ തരത്തിലുള്ള സ്ട്രാറ്റജീസ് അവർ യൂസ് ചെയ്യാം. അപ്പോൾ അവരെന്ത് ചെയ്യും, ടാക്സ് ബെനഫിറ്റും കൂടെ ഉള്ള അല്ലെങ്കിൽ ടാക്സ് ബെനഫിറ്റിനനുസരിച്ചുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കും അവർ ചൂസ് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് ഹൈ റിട്ടേൺ ആണ്. അതായത് ഹൈ റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കും അവർ യൂസ് ചെയ്യുക. സ്ട്രാറ്റജി ഏതും ആയിക്കോട്ടെ, അത് ഹൈ റിട്ടേൺ ആണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അത്രയാണ് അഡ്വാൻറ്റേജസ് ഓഫ് ആക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി. നെക്സ്റ്റ് പറയുന്നത് ഇൻവെസ്റ്റിംഗ് സ്റ്റൈൽസ് ആണ്. അതായത് ഇവിടെ ഇൻവെസ്റ്റിംഗ് സ്റ്റൈൽസ് എന്ന് പറയുന്നത് ഏത് സ്റ്റോക്കാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ മെത്തേഡ്സൊക്കെ അഡോപ്റ്റ് ചെയ്യും. അതാണ് ഇൻവെസ്റ്റിംഗ് സ്റ്റൈൽസിൽ പറയുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് അപ്രോച്ച്. ഇൻവെസ്റ്റിംഗ് ഈസ് എ ഗ്രോത്ത് സ്റ്റോക്ക് ഈസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈൽ വിച്ച് ഈസ് ബേസ്ഡ് ഓൺ എ കമ്പനീസ് ഫണ്ടമെൻ്റൽസ് സച്ച് ആസ് ഏർണിങ്സ്, ഡിവിഡൻസ്, ക്യാഷ് ഫ്ലോസ് ആൻഡ് ബുക്ക് വാല്യൂ ഓഫ് കമ്പനി ആൻഡ് ഇറ്റ് ഈസ് ബി കൺസിഡേർഡ് ആസ് എ റേഷണൽ സ്റ്റൈൽ ഓൺ ബിഹാഫ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. അതായത് കമ്പനീസിൻ്റെ ഫണ്ടമെൻ്റൽസ് ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് ഏണിങ്സ്, ഡിവിഡൻസ് പോലുള്ള ഫണ്ടമെൻ്റൽസ് ആയിട്ട് കമ്പനീസിൻ്റെ ഫണ്ടമെൻ്റൽസ് ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ ഹൈ പ്രൈസ്ഡ് ആയിട്ടില്ല അല്ലെങ്കിൽ ഫെയർലി ഹൈ പ്രൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ബോണ്ടുകളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾ വില്ലിങ് ആവും. അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് അറിയില്ല ആ സ്റ്റോക്ക് ചീപ്പാണോ അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആണോ എന്നുള്ളത്. അറിയില്ല എന്ന് പറഞ്ഞാൽ അവർ അതിനെക്കുറിച്ച് അറിയാനായിട്ട് ബോധേഡ് ആവില്ല, അതിനെക്കുറിച്ച് അറിയാനായിട്ട് അവർ ശ്രമിക്കൂല. എത്രത്തോളം പ്രൈസ് ആണെങ്കിലും അവർ സ്റ്റോക്ക് വാങ്ങി വയ്ക്കും. കാരണം അവരുടെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഗ്രോയിങ് ഏണിങ്സ് ആണ്. ഇത് ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് എന്നൂടെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവരുടെ ഗ്രോത്ത് എന്നുള്ളതൊരു ഇൻറ്റൻഷൻ വെച്ചിട്ടാണ് അവരിവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കാരണം അവർ പ്രൈസ് എത്രത്തോളം ആണെങ്കിലും അവർ സ്റ്റോക്ക് പർച്ചേസ് ചെയ്ത് വെക്കും. കാരണം അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഹൈ റിട്ടേൺ ആണ്. അതുപോലെ തന്നെ ഈ സ്റ്റോക്കിൻ്റെ ഒരു സ്വഭാവം അല്ലെങ്കിൽ സ്റ്റോക്ക് ചീപ്പാണോ എക്സ്പെൻസീവ് ആണോ എന്നുള്ള തരത്തിലുള്ള അതിനെക്കുറിച്ചൊന്നും അവർ ബോധേഡ് ആവില്ല. അതാണ് ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് അപ്രോച്ചിൽ പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് വാല്യൂ ഇൻവെസ്റ്റിംഗ് അപ്രോച്ച്. ആർ ദോസ് ഓൺ ദ ലോക്കൗട്ട് ഫോർ എ സ്റ്റോക്ക് ദാറ്റ് ഈസ് ബീയിങ് കോട്ടഡ് ബിലോ വാട്ട് ദ ഇൻവെസ്റ്റർ ബിലീവ്സ് ഈസ് its fair value or intrinsic worth. He believes that these are stocks that the market has not yet discovered and hence they quote below their true worth. അതായത് ഈ വാല്യൂ ഇൻവെസ്റ്റിംഗ് അപ്രോച്ചിൽ മാർക്കറ്റിൽ അത്ര പെട്ടെന്ന് ഡിസ്കവർ ചെയ്യാൻ പറ്റാത്ത സ്റ്റോക്സ് ആവും ഉണ്ടാവുക. അതിൽ അത്തരം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ലോസ് ഉണ്ടാവരുത് എന്നുള്ളൊരു ഇൻറ്റൻഷൻ വെച്ചുകൊണ്ട് ഫെയർ പ്രൈസിനേക്കാളും കുറവായിട്ട് ഒരു പ്രൈസ് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതായത് ഇവിടെ മെയിനായിട്ട് പറയുന്നത് ഫെയർ പ്രൈസിനേക്കാളും കുറവായിട്ടുള്ളൊരു പ്രൈസായിരിക്കും കോട്ട് ചെയ്യുക. അത്രയാണ് ഈ വാല്യൂ ഇൻവെസ്റ്റിംഗ് അപ്രോച്ചിൽ പറയുന്നത്. ദർ ആർ മെയിൻലി 3 സബ്സ്റ്റൈൽസ് ആണ് നമ്മുടെ ഈ വാല്യൂ ഇൻവെസ്റ്റിംഗ് അപ്രോച്ചിനുള്ളത്. ഫസ്റ്റ് വൺ ലോ പ്രൈസ് ടു ഏർണിങ്സ് റേഷ്യോ, കോൺട്രാറിയൻ ആൻഡ് ഈൽഡ്. ഈ 3 പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്താൽ മതി. ഈ 3 സബ്സ്റ്റൈൽസ് ആണ് വാല്യൂ ഇൻവെസ്റ്റിംഗ് അപ്രോച്ചിനുള്ളത്. നെക്സ്റ്റ് പറയുന്നത് റിലേറ്റീവ് അപ്രോച്ചാണ്. റിലേറ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് ദർ ആർ ആൾസോ ഹൈബ്രിഡ് അപ്രോച്ചസ് ഫോർ ഇൻറ്റൻസ്. Some investors have a relative value approach to identifying value stocks. This approach is therefore a combination of growth and value investing styles. അതായത് ജസ്റ്റ് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ 2 അപ്രോച്ചിൻ്റെയും അതായത് ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് അപ്രോച്ചിൻ്റെയും വാല്യൂ ഇൻവെസ്റ്റിംഗ് അപ്രോച്ചിൻ്റെയും കോമ്പിനേഷനാണ് ഇവിടെ റിലേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് ആ 2 അപ്രോച്ചിൻ്റെയും ഫീച്ചേഴ്സൊക്കെ ഇൻക്ലൂഡഡ് ആണ് ഇതിൽ.